അപ്പോൾ 1 മണി വരെ അദ്ദേഹത്തെ കാറിൽ ചുറ്റിക്കൊണ്ടുപോവുകയും അവസാനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സിനിമയിൽ കാണുന്ന ഒരു സ്റ്റൈലിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ SFI നേരിടുന്നത്. അതിനൊരു ധാരണയാണ്. ഞങ്ങൾ കഴിഞ്ഞ 26 വർഷക്കാലം ഈ യൂണിവേഴ്സിറ്റിയിൽ തോറ്റ ആളുകളാണ് എന്ന് കരുതി ജനാധിപത്യത്തിൽ ആ SFIയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഈ പറയുന്ന ഓട്ട മത്സരം എന്നല്ലല്ലോ ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നടന്നത്, തിരഞ്ഞെടുപ്പാണ്. ഞാൻ വിചാരിച്ച് 200 മീറ്റർ 100 മീറ്റർ ഓട്ട മത്സരമാണെന്നാണ്. അവിടെ സ്ഥാനാർത്ഥി ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ കയ്യിൽ ബാലറ്റൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ നിന്ന് എടുത്തോ എന്ന്. ധിക്കാരത്തിന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു അക്രമ സംഭവം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഞങ്ങളുടെ ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥിയും വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പേരിൽ കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും ഇവിടെ നടക്കുന്ന പോളിംഗ് ബൂത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം CCTV നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നും കോടതി വിധി വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വന്നത്. അതിനർത്ഥം ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിർബന്ധം പിടിക്കാനുള്ള കാരണം കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി SFI അടക്കി ഭരിക്കുന്ന ഈ സർവകലാശാല, ആ സർവകലാശാലക്കകത്ത് വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന MSFൻ്റെയും KSUവിൻ്റെയും കോൺഫിഡൻസാണ് ഞങ്ങളത് ചെയ്യേണ്ടതായ കാരണം. പക്ഷേ നിർഭാഗ്യവശാൽ ജനാധിപത്യപരമായ ഒരു മര്യാദയും പാലിക്കാതെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ പോലീസിനെ നോക്കുകുത്തിയാക്കി കൊണ്ടുപോകാൻ SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ വന്ന ഒരു UUCയെയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ കാണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പറഞ്ഞയച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 1 മണി വരെ അദ്ദേഹത്തെ കാറിൽ ചുറ്റിക്കൊണ്ടുപോവുകയും അവസാനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സിനിമയിൽ കാണുന്ന ഒരു സ്റ്റൈലിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ SFI നേരിടുന്നത്. അതിനെക്കുറിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ കംഫർട്ടബിളായി ജയിക്കാനുള്ള മെജോറിറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ എന്തിനാണ് ഞങ്ങൾ MSFൻ്റെയും KSUവിൻ്റെയൊക്കെ UUCമാരെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് SFIയുടെ നിലവിലെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി MSFൻ്റെ ഒരു കാൻഡിഡേറ്റിൻ്റെ ബാലറ്റ് പേപ്പറും കാർഡും വാങ്ങിക്കൊണ്ട് ഓടി വരുന്ന രംഗം നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയും പാലിക്കാതെ സകലമാന സീമകളും ലംഘിച്ചുകൊണ്ടാണ് SFI ഇവിടെ ഈ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ചെറുത്തുനിൽപ്പാണ്, ഞങ്ങളുടെ പ്രവർത്തകന്മാർ വലിയ രൂപത്തിൽ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. MSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് CK നജാഫിൻ്റെയും അതുപോലെ തന്നെ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെയൊക്കെ നേതൃത്വത്തിൽ MSFൻ്റെ സംസ്ഥാന ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടാണ് ഞങ്ങളുടെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പോലും സാധ്യമായത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മിനിമം മാനദണ്ഡമെന്ന് പറയുന്നത് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുക എന്നാണ്. ഇത് വോട്ടർമാരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ കയ്യിലുള്ള കാർഡ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏറ്റവും ജനാധിപത്യ ഹത്യയാണ് SFIയുടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് മാന്യമായ കൗണ്ടിങ് നടക്കണം. ജനാധിപത്യത്തിൽ തോൽവിയും വിജയവും ഒക്കെ സാധാരണയാണ്. ഞങ്ങൾ കഴിഞ്ഞ 26 വർഷക്കാലം ഈ യൂണിവേഴ്സിറ്റിയിൽ തോറ്റ ആളുകളാണ് എന്ന് കരുതി ജനാധിപത്യത്തിൽ ഞങ്ങൾ മാറി നിൽക്കാറില്ല. ഞങ്ങൾ തോറ്റെന്ന് കരുതി അക്രമത്തെ ഞങ്ങൾ കൂട്ടുപിടിക്കാറില്ല. പക്ഷേ വിദൂരമായ ഒരു തോൽവിയുടെ സാധ്യത കാണുമ്പോഴേക്കും ഇങ്ങനെ അസ്വസ്ഥമാകുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. SFIയുടെ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാർത്ത